വീണ്ടും വാർത്തകളിലേക്ക്. തന്റെ പ്രതികരണം പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്നും ഒപ്പം നിലപാട് തുടരുമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആശുപത്രിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയണം, പരിമിതികൾ വിദഗ്ധ സംഘത്തെ അറിയിച്ചു. ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യമേഖല ഉയർച്ചയിലേക്ക് പോകുമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൂട്ടിച്ചേർത്തു. ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ. അത് ഞാൻ അന്ന് വിദഗ്ധ സമിതിയോട് ഞാനെല്ലാം അതിൻ്റെ എല്ലാ തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അവരതിനെ കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു. ഞാൻ തന്നെ അതൊക്കെ നടപ്പിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാകണം. അല്ലാതെ ഇത്തവണ ഞാൻ എൻ്റെ കരിയറും എൻ്റെ ജോലിയും ത്യജിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത്ര റിസ്ക് എടുത്താണ് ഞാൻ ഇതിന് മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആരും മുന്നോട്ട് വരത്തില്ല. ഒരുപക്ഷെ ഇനിയും എനിക്കതങ്ങനെ വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞാൻ ഇല്ലാതാകുന്നു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്നെ സർവീസിൽ ഇല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലാതാകുന്നില്ലല്ലോ. അത് പരിഹരിക്കാൻ എന്തായാലും നടപടികളുണ്ടാണ്. ഞാൻ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും പുറത്തു വരുമ്പോൾ, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഓരോരോ പ്രതിസന്ധികൾ പുറത്തു വരുമ്പോഴും സർക്കാരിൻ്റെ ഈ ഒരു മെല്ലെപ്പോക്കിനുള്ള ഒരു മറുപടി കൂടിയല്ലേ ഇപ്പോൾ അദ്ദേഹം നൽകുന്നത്? തീർച്ചയായും വിഷ്ണു, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിമർശിച്ച പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഹാരിസ് ചിറക്കൽ വീണ്ടും മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: താനൊരു പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് തൻ്റെ കരിയർ, തൻ്റെ ജോലി, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഇല്ലാതാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രൊഫഷണൽ സൂയിസൈഡ് തന്നെയാണ് താൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല, ഒരു പക്ഷേ ഇനി അങ്ങോട്ടും പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു ആശുപത്രികളിൽ എന്നുള്ള സൂചന കൂടിയാണ് ഹാരിസ് ചിറക്കൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതികരണത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. 4 അംഗ സമിതിയാണ്. ആ സമിതി തലസ്ഥാനത്തെത്തി പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ സമിതിക്ക് മുൻപാകെ എന്തൊക്കെയാണ് ആശുപത്രികളിൽ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, മരുന്ന് ക്ഷാമം, ഒപ്പം തന്നെ ഉപകരണങ്ങളുടെ ക്ഷാമം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ താൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലടക്കം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ശാശ്വത പരിഹാരം തന്നെയാണ് വേണ്ടത്. അല്ലാതെ ചില സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു പരിഹാരം കണ്ടുകൊണ്ടത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നും ഹാരിസ് ചിറക്കൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള വിമർശനം നടത്തിയ സാഹചര്യത്തിൽ അതിനും മറുപടിയുണ്ട്. മുഖ്യമന്ത്രി ഗുരുനാഥനെ പോലെയാണ്. താൻ ഒരു സംവിധാനത്തെയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ അടച്ചാക്ഷേപിച്ചതല്ല, മന്ത്രിയോ മന്ത്രിസഭയെയോ സർക്കാരിനെ വിമർശിച്ചതല്ല, ഇവിടെ നടക്കുന്ന ബ്യൂറോക്രസിയുടെ വീഴ്ചകൾ എണ്ണി പറഞ്ഞതാണ്. അത് മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റുകയാണെങ്കിൽ കേരളം വീണ്ടും നമ്പർ 1 ആകും എന്നുള്ളൊരു സൂചനകൾ കൂടി അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഐശ്വര്യ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകണമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം നൽകുന്നത്. ഒപ്പം തന്നെ താൻ പ്രതികരിച്ചപ്പോൾ തനിക്കൊപ്പം ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം താൻ ഓർത്തിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. തനിക്കൊപ്പം ഒരുപാട് പേർ നിന്നു, സമിതി അംഗങ്ങൾ, ഒപ്പം തന്നെ ഡോക്ടർമാരടക്കമുള്ളവർ തനിക്കൊപ്പം നിന്നു. പക്ഷേ ബ്യൂറോക്രസിയുടെ വീഴ്ചകൾ ഇപ്പോഴുമുണ്ട്. ആരോഗ്യ മേഖലയിലെ ഈ ഉപകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തുന്നതിലടക്കം വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അതിൽ കാലതാമസം നേരിടുന്നുണ്ട്. അതൊക്കെ മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ തന്നെ താൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പ്രതികരണം നടത്തിയതിന് പിന്നാലെ അത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ, അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചപ്പോൾ ഈ ആശുപത്രിയിലേക്കടക്കം ഉപകരണങ്ങൾ എത്തി, ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. അങ്ങനെ താൻ പ്രതികരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രതികരിച്ചാലും പ്രതിഷേധിച്ചാലും മാത്രമേ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എത്തുകയുള്ളൂ. അത് എന്ത് ന്യായമാണ് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സംസ്ഥാന വ്യാപകമായി വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. പ്രതിഷേധങ്ങളൊന്നും വേണ്ട കാര്യമില്ല, പക്ഷേ സംവിധാനങ്ങൾ മാറണം, സംവിധാനങ്ങൾ മെച്ചപ്പെടണം എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അത് തൻ്റെ ഉദ്ദേശശുദ്ധി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അക്രമ സംഭവങ്ങളിലേക്കൊന്നും പോകാതെ കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളും ഒപ്പം തന്നെ മറുപടികളും നടപടികളുമാണ് വേണ്ടതെന്നുള്ളതാണ് ഹാരിസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് തനിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഹാരിസ് തന്നെ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടിയാണ് നൽകുന്നത്. താൻ ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി തനിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഹാരിസ് ഈ വിവാദങ്ങൾ തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും പറയുന്നത്, മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.